നമസ്തേ. പ്രിയപ്പെട്ട ജനൻ ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നെത്തുന്നത് സിനിമാ രംഗത്തെ 3 അതികായന്മാരാണ്. പക്ഷേ സിനിമയല്ല ചർച്ച. 50 വർഷം മുമ്പ് തുടങ്ങിയ സൗഹൃദം, അന്ന് നെയ്ത സ്വപ്നങ്ങൾ, അന്ന് മനസ്സിലുണ്ടായിരുന്ന ഒരു ഇൻസ്പിറേഷൻ ഫയർ, അതിന്നും തുടരുന്ന, ഇന്നും പുതിയ പുതിയ മോഹങ്ങളുമായി ആ ഫയറോടുകൂടി അതേ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന 3 പേർ. സ്വാഗതം ലാലേട്ടൻ, പ്രിയൻ ചേട്ടൻ, സുരേഷ് ചേട്ടൻ. ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സൂപ്പർ സംവിധായകൻ, ഒരു സൂപ്പർ പ്രൊഡ്യൂസർ. പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരുപക്ഷെ മോഡൽ സ്കൂളിൽ തുടങ്ങിയ 3 കൂട്ടുകാരുടെ സൗഹൃദവും ആ കഥകളുമാണ്. നേരിട്ട് അതിലേക്ക് ഒരു കാര്യം കൂടി പ്രേക്ഷകരോട്, അവതാരകൻ എന്ന റോളും അഭിമുഖവും അല്ല. അവരെ കൊണ്ട് കഥ പറയിക്കുക, അത് കേട്ടിരിക്കുക, എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുക. നേരെ ലാലേട്ടനിലേക്ക്. ലാലേട്ട, സ്വാഗതം. ജനൻ ടി വി പ്രേക്ഷകരുടെ, ജനൻ ടി വി ഓരോ ടീം മെമ്പറുടെയും ഓണാശംസകൾ. നമസ്കാരം. ജനൻ ടി വി പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അപ്പോൾ ഈ കൂട്ടുകെട്ട് തുടങ്ങിയത് നാടകത്തിലാണോ, ക്രിക്കറ്റിലാണോ, കുസൃതിയിലാണോ? ഞാനും സുരേഷും ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ സീനിയറായിരുന്നു. പ്രിയൻ സീനിയറാണ്. ഒരുപാട് വർഷം സീനിയറൊന്നും അല്ല, 3-4 വർഷം. 3 വർഷം അത്രേ ഉള്ളൂ. പക്ഷെ പ്രിയൻ മോഡൽ സ്കൂളിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അതെ. പക്ഷെ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രിയനായിട്ട് നമുക്ക് പരിചയമില്ല. ഇല്ല. ഞാൻ ആ പ്രിയനെ അന്ന് കാണാൻ പോലും പറ്റില്ല. അങ്ങനെ പറന്ന് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അന്ന് മെലിഞ്ഞൊരു അല്ല, എനിക്ക് ശരിക്കും ലാലിനെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ലാലുമായിട്ട് അത്ര പരിചയമൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ലാലിൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ സുഹൃത്തായതുകൊണ്ട് അവിടെ ലാലിൻ്റെ അമ്മയെ കാണണം. അവിടെ പോകുമ്പോൾ ഞാൻ ലാലിനെ കാണും. അന്ന് ഞങ്ങൾ അധികം സംസാരിക്കത്തൊന്നുമില്ല. പിന്നീട് സുരേഷിനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ തിരനോട്ടം എന്ന സിനിമ തുടങ്ങുന്നപ്പോഴാണ് സുരേഷുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. പക്ഷെ ഇവര് തമ്മിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഈ കൂട്ട് ഞങ്ങൾ 69-ലാണ് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ എത്തുന്നത്. മോഡൽ സ്കൂൾ അന്ന് പോലുള്ള ബന്ധമാണ്. ഇപ്പോൾ ഏകദേശം എത്ര കൊല്ലമായി? 50 കൊല്ലം കഴിഞ്ഞു. 50 കൊല്ലത്തിൽ കൂടെ 50 60 കൊല്ലമായി. 60 ആയിട്ടില്ല. അതെ, മോഡൽ സ്കൂൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലാലേട്ടിൻ്റെ അടുത്ത് ഇന്നും സൂപ്പർ സ്റ്റാർഡമിൽ നിൽക്കുമ്പോഴും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയ്ക്ക് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടിന് എന്ത് വികാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ളപ്പോൾ മോഡൽ സ്കൂളിൽ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കുന്നു. അന്ന് എൻ്റെ ഓർമ്മ അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ ഷൂട്ട് ആണെന്ന് തോന്നുന്നു നടക്കുന്നത് ഇവിടെ കിൻഫ്ര പാർക്കിൽ. ചെല്ലും ഷൂട്ടിങ്ങിനിടയിൽ 2 ടേക്കുകൾക്കിടയിൽ എന്നോടൊപ്പം ഒരു 1/2 മണിക്കൂർ ഇരുന്ന് ആ ഓർമ്മ മുഴുവൻ പങ്കുവെച്ച് ഓർമ്മയുണ്ട്. മോഡൽ സ്കൂൾ ഇന്നും ഒരു തീർച്ചയായും പഠിച്ച സ്കൂളും അവിടുത്തെ അധ്യാപകരും നമ്മുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സമയമല്ലേ. എല്ലാവർക്കും അങ്ങനെയാണ് സ്കൂളെന്ന് പറയുന്നൊരു വികാരമാണ്. പക്ഷേ ഇപ്പോൾ ആ സ്കൂള് കാണുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറിപ്പോയി. കാര്യം അത് പണ്ടൊരു വളരെ ഓപ്പണായിട്ടുള്ള സ്കൂളായിരുന്നു. അപ്പോൾ അതിനിടെ മതിലൊക്കെ കെട്ടി ഈ വഴി ഞങ്ങളെ പറ്റുമെങ്കിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആ വഴി പോകാൻ ശ്രമിക്കാറുണ്ട്. ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊരു താങ്ക്സ് പറയാൻ. പിന്നെ അതിൽ ഈയിടെ ഞാൻ കുറച്ച് നാളിന് മുമ്പ് ഒരു ഷൂട്ട് ചെയ്തിരുന്നു, ഒരു ആക്ട് ഫിലിം. അപ്പോൾ വളരെ സങ്കടം തോന്നി, നന്നായിട്ടൊന്നും നോക്കാത്തതിൻ്റെ. പിന്നെ പണ്ട് പഠിച്ചിരുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇപ്പോൾ പുതിയൊരു കൂട്ടായ്മ അതിന് നല്ലതാക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി. അതെന്തായെന്ന് ഇപ്പോൾ അറിയില്ല, അന്വേഷിക്കണം. ആ സ്കൂളെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കാര്യം എന്തൊക്കെയായാലും നമ്മുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ തുടങ്ങിയത് അവിടെയല്ലേ. അവിടെ നിന്നാണ് നമ്മളെ എന്തൊക്കെയായാലും പറഞ്ഞാലും അവിടെ നിന്നുള്ള ബാലപാഠങ്ങൾ തന്നെയാണ് നമ്മളെ സിനിമയിലായാലും ജീവിതത്തിലായാലും ഒരുപാട് സഹായിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ബേസിക്കായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവാനും ഒക്കെ സഹായിച്ചു. കാര്യം വെച്ചാൽ ബേസിക്കലി നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരാണ്. അപ്പം മിഡിൽ ക്ലാസ് വാല്യൂവിനുള്ള എന്താണ് മിഡിൽ ക്ലാസ് വാല്യൂ എന്നും കൂടെയുള്ളവരും നമ്മുടെ അധ്യാപകരും എല്ലാം നമ്മളെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമുക്കതൊന്നും അന്നത്തെ കാലത്ത് ദഹിച്ചില്ലെങ്കിലും ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. പിന്നെ 5ാം ക്ലാസ്സിൽ ഞങ്ങൾ ചേർന്ന ശേഷം അടുത്ത വർഷമാണ് 6ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരു ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. കാര്യം അന്ന് വരെ ആ സ്കൂളിൽ അങ്ങനെ 10ാം ക്ലാസ്സിലുള്ള, അന്ന് 10ാം ക്ലാസ് വരെ ഉള്ളൂ, +2 ഒന്നും ഇല്ല. ആരായിരുന്നു നാടകത്തിൻ്റെ ടീച്ചർ? മണിയൻ പുള്ളി. അത് എല്ലായിടത്തും പറഞ്ഞിട്ടില്ലാണ്. പുള്ളിയായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അന്ന് വില്ലൂർ കൃഷ്ണൻകുട്ടി സാർ എഴുതിയ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകമാണ് അവതരിപ്പിച്ചത്.
സുരേഷ് കണ്ടിട്ടുണ്ടോ? ഓർമ്മ ലാല് ഒരു വയസ്സായ 90 വയസ്സായ ഒരാളുടെ റോളാണ് ലാൽ അഭിനയിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുണ്ടൊക്കെ ഇങ്ങനെ മേലെ കെട്ടിക്കൊണ്ടൊരു അപ്പൂപ്പൻ്റെ ഇതിലാണ് ലാല് സ്റ്റേജ് ചെയ്തത്. ഞാൻ സുരേഷിൻ്റെ അപ്പൂപ്പനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഞാൻ അദ്ദേഹമായിട്ട് കണ്ടിട്ടുണ്ട്. സുരേഷിൻ്റെ അപ്പൂപ്പൻ നല്ല ഭംഗിയുള്ള ഒരു അപ്പൂപ്പനാണ്. ഈ സുരേഷിനെ പോലല്ല, വളരെ ഭംഗിയുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അപ്പൂപ്പനായിരുന്നു. പിന്നെ അറിയാതെ ചിലപ്പോൾ ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാ. എന്തായാലും അന്നാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. അപ്പം നേരത്തെ ചോദിച്ചു എങ്ങനെയാണ് ഈ ബന്ധം എന്ന്. അപ്പം അതൊരു വലിയ ഒരു ചരിത്രമായ സ്കൂളിൻ്റെ 6ാം ക്ലാസ്സിൽ ഒരാൾക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്നുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നു മണിയമ്പിള്ള രാജു പറഞ്ഞിട്ടുണ്ടായി അയാളെ ഇടിക്കാനായിട്ട് പിള്ളേരൊക്കെ ഓടിച്ചത്. കാര്യം 10ാം ക്ലാസ്സിലുള്ളവരുടെ റൈറ്റ് അല്ലേ. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അത് വേറെ കഥ. സുരേഷിന് എന്താ പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു സുരേഷ്. ചുമ്മാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുരേഷ് സാധാരണ ഒരു ചടങ്ങിന്റെ മുമ്പ് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന ആളാണ്. മാണിക്യ വീണ അല്ലേ, പാടില്ലായിരുന്നു? ഈശ്വര പ്രാർത്ഥനയൊക്കെ അതിനുശേഷം പാടിയിട്ടേ ഇല്ല. എനിക്ക് ഓർമ്മയുള്ള കാര്യം പറയണ്ടേ. ലാൽ അന്ന് നാടകം അഭിനയിക്കുമ്പോൾ ഞാൻ വേറൊരു നാടകം അഭിനയിച്ചു. പക്ഷെ ആ നാടകം അഭിനയിച്ച അവസാനം ഫ്ലോപ്പായി പിള്ളേരൊക്കെ കൂടെ ട്രൈ ചെയ്തു. അതായത് എന്നെ കുത്തിക്കൊല്ലുന്ന ഒരു സീനാണ്. അപ്പം ഈ മുട്ടയ്ക്കകത്ത് ഈ ചുമപ്പ് മഷി കലർത്തി വെച്ചിട്ട് എന്നെ കുത്തുന്ന സമയത്ത് ഈ ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ ഈ മുട്ട താഴെ വീണ് പൊട്ടി. അതിന്റെ പുറത്തൂടെ ഞാൻ വീണ് പൂവെന്നാലും അതിന് ശേഷം ഇന്നേ വരെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ ധൈര്യം കിട്ടിയ 50 വർഷത്തിന് ശേഷം അതോടുകൂടി തീർന്നു നമ്മുടെ അഭിനയം അവിടെ വെച്ച് കെട്ടി. അല്ല ഇപ്പം മുട്ട പോക്കറ്റിൽ അഭിനയം ഇല്ലാത്തതുകൊണ്ട്. സുരേഷ് അതിനുശേഷം അഭിനയിച്ച സിനിമകളൊക്കെ വളരെ രസകരമായിട്ട് അഭിനയിച്ചു. അതിനു മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അല്ല അന്ന് തീരുമാനിച്ചാണ് അഭിനയം നിർത്തി. അന്ന് അതോടുകൂടി ആ ഒരു സ്റ്റേജ് ഫിയർ വന്നുപോയി. പിന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എത്ര പടം പ്രിയൻ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം, പ്രിയൻ ഡയറക്റ്റ് ചെയ്ത പടം, ലാല് ചെയ്ത പടങ്ങൾ, ഇതിലൊക്കെ എനിക്ക് അഭിനയിച്ചുകൂടായിരുന്നു. അതുവെല്ലാം മതിയായിരുന്നു. ഈ പ്രൊഡ്യൂസർ ആവണ്ടായിരുന്നു. മനസ്സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. വീണ്ടും നിങ്ങളിത് ഈ ഒരുമിച്ച് സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങിയെന്നാണ്? അങ്ങനെ ഒരുമിച്ച് സ്വപ്നമല്ല, ശരിക്കും എല്ലാം സംഭവിച്ചു. അതായത് 3 പേരുടെയും മനസ്സിൽ എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ സിനിമയൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം. അഭിനയിക്കണമെന്ന് അതിനും കാരണക്കാരൻ സുരേഷാണ്. ശരിക്കും പറഞ്ഞാൽ ലാലിൻ എൻ്റെ അറിവിൽ നവോദയയിലേക്ക് ആദ്യത്തെ ഫോട്ടോ അയക്കുമ്പോഴൊക്കെ ഇതൊന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ലാലിൻ്റെ. പക്ഷേ അത് അയച്ചത് സുരേഷാണ്. അത് പക്ഷേ ചതി അവൻ ചെയ്തു. അതിനെക്കുറിച്ച് പറയും. അല്ല പ്രിയന് പക്ഷേ സിനിമ വളരെയധികം ആഗ്രഹമുള്ള ഒരാളായിരുന്നു. കാര്യം വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഏകദേശം സ്കൂൾ കാലം കഴിയും പണ്ടേ സിനിമ എന്നല്ല സ്ക്രീനിൽ ഓടുന്ന എന്തും കാണാൻ താല്പര്യമായിരുന്നു എനിക്ക്. അങ്ങനെ സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ ഒന്നുമില്ല അവിടേക്കൊന്നും എത്തിപ്പെടാനുള്ള ഒന്നും നമുക്ക് കഴിയുന്നൊരു കാലമായിരുന്നില്ല. അപ്പോഴാണ് ഇവർ തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടിച്ചു കയറി. നമ്മളെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് അശോക് കുമാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എന്ന സംവിധായകനാണ് രാജീവ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാനെന്ന് വന്ന് പ്രാപ്തനായിരുന്നില്ല ആരും. അപ്പോൾ അശോക് കുമാറിന് ഒരു സിനിമ കിട്ടി. അതൊക്കെ അത്യത്ഭുതമാണ്. ഇതൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു ഡിസൈൻഡാണ്, ഡെസ്റ്റീൻഡാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ അങ്ങനെ ആ സിനിമയുടെ ഒരു ഉത്സാഹ കമ്മിറ്റിയിൽ പെട്ട ആളാണ് ഞാനും. അല്ലാതെ നമുക്കതിൽ അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിലൊരു ഹാസ്യ റോൾ ഞാൻ പറഞ്ഞു ശരി ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ഭാരത്സിനി ഗ്രൂപ്പ് എന്നൊക്കെ ഓഫീസൊക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി. എത്ര വയസ്സുണ്ടായി? 10-15 വയസ്സ്, 16 വയസ്സല്ലേ? ചെറിയ പ്രായം. അത്രേ ഉള്ളൂ, 15 വയസ്സൊക്കെ ഉള്ളൂ. അന്ന് എൻ്റെ കയ്യിൽ ഒരു 8mm ക്യാമറ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു. യേശുദാസാണ് പാടിയിരിക്കുന്നത്. എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായി. അദ്ദേഹം മരിച്ചുപോയി, ശശി പാച്ചല്ലൂർ ശശി എന്ന് പറയുന്ന ഒരാൾ. ആ സിനിമ അന്ന് രവികുമാർ, സത്താർ, ഒരുപാട് വലിയ ആൾക്കാരൊക്കെ വന്നു. ആ സിനിമയ്ക്ക് സെൻസർ പ്രോബ്ലം ഉണ്ടായി. അത് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ 3/4 ഭാഗം വെട്ടിക്കളയാൻ. അത് വളരെ അന്ന് ഇക്കാലത്തൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു എക്സിബിഷനിസം എന്നുള്ളൊരു
ഒരു ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ കഥയായിരുന്നു. അതെ. പക്ഷെ നല്ലതൊരു അതിനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ കഥയായിരുന്നു. പിന്നെ ആ സിനിമ ഇറങ്ങാനായിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തെ സുരേഷൊക്കെ മാറി ഞാനും അതിൻ്റെ സംവിധായകനുമായിട്ട് ആണ് ഒരുപാട് യാത്രകൾ, കൊല്ലത്ത് തിരുവങ്കടം മുതലാളിയെ കാണാനൊക്കെ പോവുക. അങ്ങനെ അവസാനം ആ സിനിമ റിലീസ് ചെയ്തു ഒരു സ്ഥലത്ത്, അല്ലേ? ഒരു സ്ഥലത്ത് ആറ്റിങ്ങലിലൊരു തിയേറ്ററിൽ റിലീസ് ചെയ്തു. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. ആ സിനിമയിലേക്കാണ് പ്രിയദർശൻ വരുന്നത്. പ്രിയൻ അതിൻ്റെ അവസാനത്തെ ഷെഡ്യൂളിലാണ് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അതുവരെ അവിടെ നമ്മുടെ കോഫി ഹൗസിൽ ഇരുന്ന് നമ്മളെയൊക്കെ ചീത്ത പറയാം, ന്യൂമാർക്ക് എന്ത് സിനിമ അറിയാം, ന്യൂമാർ എന്തുണ്ടാക്കും, മറ്റേ ഞങ്ങളെ പല തെറിയാണ് ഇവർക്ക്. സത്യസന്ധമായ കാര്യമാണ്. കാര്യം എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നുന്നത്, അതിനെക്കുറിച്ച് ധാരണകളില്ലാത്ത. പക്ഷെ അതൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ സിനിമ ഉണ്ടാവില്ല. ഡെസ്റ്റൈൻ ആയിരുന്നു. അതൊരു എന്താ പറയുക, ഇന്ന് ഞങ്ങൾ ഈ 3 പേര് ഇവിടെ ഇരിക്കുന്നതിൻ്റെ തുടക്കം എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെയായിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായതും അതിനകത്ത് പെടാൻ കഴിഞ്ഞതും അതിൽ കൂടെ സിനിമ അത് എന്താ പറയുക, മദ്രാസ് സിനിമ വേൾഡ്, അന്ന് മദ്രാശിയാണല്ലോ സിനിമയുടെ സ്ഥലം, അവിടേക്ക് എത്തിപ്പെടാൻ സഹായിച്ചത് ഈ ഒരു സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു സിനിമ, അതൊരു തമിഴ് സിനിമയാണ്. കാര്യം മലയാളത്തിൽ ഓരോ എനിക്ക് തമിഴ് ഹിന്ദി അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ആ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പേര് കരയിത്തൊടാതലൈ. കര തൊട്ടില്ല. പക്ഷെ അതും നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ ആൾക്കാരെയാണ്. അതെ. വിജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ ആക്ടറായിരുന്നു അന്ന്, മീശ കോളേജ് വിജയൻ, വടിവ് കരശി, എന്നിട്ട് കുളത്തുപ്പുഴ രവീന്ദ്രൻ മാഷൊക്കെയാണ് സോങ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല സോങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തമിഴ് പടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം, അതിലേക്ക് മദ്രാസിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ സീറ്റൊന്നുമില്ല, ഞങ്ങൾ താഴെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പേപ്പറൊക്കെ വിരിച്ച് അങ്ങനെയൊക്കെ പോയ ആൾക്കാരാണ്. അപ്പോൾ അതും നടന്നില്ല. 38 രൂപയാണ് അന്ന് ഇവിടുന്ന് 3rd ക്ലാസ് ടിക്കറ്റ്. അത് കയറിയിരുന്നാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത്. പേപ്പറൊക്കെ വിരിച്ച് താഴെ കിടന്നാണ് പോകുന്നത്. അല്ല, അതുകൊണ്ട് മോശമായിട്ട് പറയില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് വന്നിട്ട് അക്ലമറ്റൈസ്ഡ് ആകാൻ പ്രയാസമില്ല. പലർക്കും അത് പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിന് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടൊന്നുമല്ല, അങ്ങനെയല്ല. ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാര്യം അതും നമ്മൾ അതിനു വേണ്ടി ഒരു രസകരമാക്കി മാറ്റി എന്നുള്ളതാണ്. അവിടെ പോയി താമസിക്കുക എന്ന്. പിന്നെ മലയാള സിനിമ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് തമിഴ് സിനിമ കണ്ടുപിടിക്കാൻ പോയത്. ഈ ഇടയ്ക്ക് ഞാനും സുരേഷും കൂടെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്വാമീസ് ലോഡ്ജിൽ പോയി. അപ്പം എൻ്റെ മകനുണ്ടായിരുന്നു, ചന്തുവിനെയും കൂട്ടിയിട്ടാണ് പോയത്. ചന്തു അവിടെയൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെയായിരുന്നു ലാൽമാമൻ താമസിച്ചിരുന്നത്, ഇവിടെയായിരുന്നു ഞങ്ങൾ. എന്നിപ്പോൾ അവൻ ചുമ്മാ ഇരിക്കാച്ചാ, ചുമ്മാ കള്ളം പറയാതെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 പേര് ഒരു റൂമിനകത്താണ്, ഞാൻ, ലാല്, പ്രിയൻ, അശോക്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് ഒരു കട്ടിൽ, അവർ സമ്മതിക്കില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കും. അത് അങ്ങനെയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു. എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്, അത് ലാലിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ സ്വാമീസ് ലാറ്റ് ലാല് ഈ അന്ന് അവിടെ എല്ലാവരും ഉണ്ടല്ലോ, അതായത് ഭരതേട്ടൻ, ജോസ് പ്രകാശ് സാർ, അങ്ങനെ പോയിരുന്ന് ചീട്ട് കളിച്ചിട്ട് തോറ്റു. ആലുമൂടൻ ചേട്ടൻ ഇവരുടെ ഒക്കെ ചീട്ട് കളിച്ച് തോറ്റു കഴിഞ്ഞ് ഇവൻ ഒളിച്ചപ്പോൾ അവസാനം ജോസ് പ്രകാശ് പറഞ്ഞു, എന്നെങ്കിലും നീ ഒരു സ്റ്റാർ ആവുമ്പോൾ ഈ കാശ് എനിക്ക് തിരിച്ചു വന്നേക്കണം. അത് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരുപാട് എന്താ പറയണ്ട സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ വിജയത്തിൻ്റെ പുറകിലുണ്ട്. വിജയമാണെങ്കിൽ അവരൊക്കെ നമ്മളെ അങ്ങനെ ഒരു, എനിക്കൊന്ന് ഇപ്പോഴൊന്നും അങ്ങനെ ആ ഒരു സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാലമൊക്കെ മാറി സ്നേഹം ഇല്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ അത്ര കൺസേൺ ആയിരുന്നു അവിടെ അന്ന്. എനിക്ക് സ്വാമി സ്വാജിൻ്റെ ഒരു വലിയൊരു ഓർമ്മയുണ്ട്. അതായത് അവിടെ മുകളിലോട്ട് പോകുന്ന ഒരു പടിക്കെട്ടുണ്ട്, പടിക്കെട്ടിനിടയിൽ ഒരു കസേരയുണ്ട്. അപ്പോൾ ആ കസേരയിലാണ് സ്ഥിരം സത്യൻ മാസ്റ്റർ പണ്ട് എടുത്തിട്ട് വെളിയിലിട്ടിരിക്കും. അവിടെ ഒരു വലിയൊരു ഓപ്പൺ എയർ ഉണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ ലാലൊരു ദിവസം ഇത് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഒന്ന് ഇരുന്ന് നോക്കി, സത്യൻ മാസ്റ്ററിൻ്റെ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്ന് നോക്കിട്ടെന്ന് പറഞ്ഞ് അന്ന് കയറി ഇരുന്ന് ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് പിന്നെ പിൽക്കാലത്ത് അത് ഒരു വലിയൊരു സംഭവമില്ലേ, അതൊരു വലിയൊരു. അല്ല, പ്രിയൻ ഒരു ഡയറക്ടറായിട്ട് പ്രിയൻ സാധാരണ ആ കാലത്തൊക്കെ ഒരു സംവിധായകനാകണമെങ്കിൽ വേറെ ചില സംവിധായകരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യണം. അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞേ പറ്റുള്ളൂ, ഏറ്റവും താഴെ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പ്രിയൻ അതൊന്നും അല്ലാതെ അങ്ങ് സംവിധാന രംഗത്തേക്ക് വന്നു. അതിനും ഒരു കാരണമുണ്ട്. ലാലിൻ്റെ കൂടെ മഞ്ഞിൽ വിരിഞ്ഞപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂളിൽ ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. അപ്പോൾ ഒരു കടപ്പുറത്ത് ഒരു ടവറിൻ്റെ അടുത്താണ് ലൈറ്റ് ഇങ്ങനെ പോയി. അല്ല, മഞ്ഞിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോയി അവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയി നിൽക്കുകയാണ്.
ലാൽ അങ്ങനെ അധികം പരിചയപ്പെടുത്തി വന്നു, ഷൂട്ട് ചെയ്യുന്നു. ഈ ഇരുട്ട് സമയത്ത് ക്ലാപ്പ് കൊടുക്ക് എന്ന് പറഞ്ഞു. അശോക് കുമാർ ലൈറ്റ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഫാസിൽ ആ ക്ലാപ്പ് കൊടുക്കാതെ എടുത്തിട്ട് തന്നു. അസിസ്റ്റന്റ് ആണെന്ന് വെച്ചിട്ടാണ്. അല്ലല്ല ഫാസിൽ ഫാസിൽ തന്നെ എനിക്കാണ് ഇരുട്ട് സമയത്ത് തോന്നി അത് അസിസ്റ്റന്റ് ആണെന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. പക്ഷെ അത് എൻ്റെ കയ്യിലാണ് കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് മറ്റേ ആൾ അസിസ്റ്റന്റ് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടു. പക്ഷേ ഞാൻ അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ അതൊരു നിമിത്തമാണ്. മാനസ ഗുരു അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്തു തരുന്നത് ഫാസിലാണ്. പണ്ട് അങ്ങനെയാണ്. പണ്ട് നമ്മളൊരു സിനിമയിൽ അസിസ്റ്റൻ്റായി വന്നാൽ ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്ത് തരുന്നതാണ് ഒരു ഡയറക്ടർ ശിഷ്യനാക്കി മാറ്റുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. പക്ഷെ അതെനിക്ക് അറിയാതെ സംഭവിച്ചു. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. അവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ എന്നെ ലാല് ജിജോയ്ക്ക് പരിചയപ്പെടുത്തി തന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരികയും പിന്നീട് സിബി, ജിജോ, ഞാൻ അങ്ങനെ എൻ്റെ ഒരു കഥയുണ്ടായിരുന്നു, തടി എന്ന് പറഞ്ഞിട്ടൊരു കഥ. ആ കഥ അവർ സിനിമയാക്കാമെന്ന് പറഞ്ഞ് കുറേ ഡിസ്കസ് ചെയ്തു. പിന്നീട് അത് വിട്ടു. ആ കഥ ഞാൻ പിന്നീട് അദ്വൈതം എന്ന് പറഞ്ഞ സിനിമയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട്. അതുപോലെ ഇപ്പോൾ ക്ലാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലാലിൻ്റെ മുഖത്ത് ആദ്യം ക്ലാപ്പ് വെച്ച ഞാനാണ്. അതെവിടെ എങ്ങനെ? തിരുനോട്ടത്തിൻ്റെ സമയത്ത് ആദ്യം ക്ലാപ്പ് വെച്ച് അതിൻ്റെ ഐശ്വര്യം ഇടയ്ക്കിടയ്ക്ക് പറയും. തീർച്ചയായിട്ടും ഇത് നല്ല കാര്യമല്ലേ. വേറൊരാളെ ക്ലാപ്പ് വെച്ചാൽ എങ്ങനെയാണെന്നൊന്നും അല്ലേ പറയുന്നത്. അപ്പം അതും ഇതിന് ഞങ്ങളിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയനെ ആ ഷൂട്ടിങ്ങിന് വരാൻ കാരണം ഞാനാണ്. പ്രിയൻ്റെ കയ്യിൽ ക്ലാപ്പ് കൊടുത്തതാണ്. ഇതും എൻ്റെ മുഖത്ത് ക്ലാപ്പ് വെച്ചു. തിരിച്ച് ഞാനും വെച്ചിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും സിനിമയിൽ? ഇല്ല. അപ്പോൾ ഏതായാലും അടുത്ത ഏതെങ്കിലും സിനിമയിൽ എൻ്റെ കൂടെ കൊടുത്തിട്ട് ക്ലാപ്പ് വയ്ക്കും. അല്ല, ക്ലാപ്പ് വയ്ക്കും. ഞാൻ ലാലിനോട് 2 പടം അഭിനയിച്ചു. 2 പടവും ഞാൻ ജഡ്ജിയായിട്ട് അഭിനയിച്ചു കോടതിയിൽ. ഞങ്ങൾ തമ്മിൽ ഒരു ഷോട്ടിൽ ഒരുമിച്ചില്ല, ദൂരെ നിൽക്കുന്ന ആയിട്ടില്ലേ ഉള്ളൂ. പക്ഷെ അത് പോയിട്ട് അടുത്ത മാസത്തേയും വാ, അല്ലെങ്കിൽ പിന്നെ കാണാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ എന്നെ ശിക്ഷിക്കാനൊന്നും പ്രാപ്തനായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരനോട്ടത്തിലേക്ക് എത്തുന്നത് ആ ഒരു കോൺസെപ്റ്റ്, കഥ അങ്ങനെയല്ല. കഥയൊന്നും ശരിക്കും ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ആദ്യം കഥയെല്ലാം സിനിമയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ല, തെറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ അശോകാണ് അതിന്റെ മെയിൻ ആയിട്ട്. പിന്നെ പകുതി വഴിച്ച് അറിയാമല്ലോ, ശശി, നമ്മൾ അശ്വതി തിരുനാൾ, അദ്ദേഹം രണ്ടുപേരും കൂടെ, അശോകും ശശിയും കൂടെ ആണ് ഡയറക്റ്റ് ചെയ്തത്. പകുതി വഴി വെച്ചിട്ട് ശശി അത് ഇട്ടിട്ട് പോയി. അശോക് പിന്നെ ബാക്കി ഇത് കൊണ്ടുപോകുന്ന തലയിലെടുത്ത് നമ്മുടെയൊക്കെ ആയി. അപ്പം പിന്നാണ് തിരുവങ്കടം മുതലാളി എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അത് തീർത്തത്. ഞങ്ങളുടെയൊക്കെ ശരിക്കും ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്നത് തിരുവങ്കടം മുതലാളിയാണ്, അവിടുത്തെ. അപ്പം അല്ല, പ്രിയൻചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കഥ പറഞ്ഞിട്ടുണ്ട്. അതെ, അദ്ദേഹത്തെ പ്രിയൻചേട്ടനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് സമയം പ്രിയൻചേട്ടൻ സ്ക്രിപ്റ്റ് കേട്ടെന്നല്ലേ എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് പൂച്ചയ്ക്കൊരു മൂത്തി തിരുനോട്ടത്തിന് സ്ക്രിപ്റ്റ് ചെയ്തു. അന്ന് പിന്നെ അതെ, തിരുനോട്ടം ഞാനല്ല ശരിക്കും. അതിനു മുമ്പ് പ്രിയൻ 2 സ്ക്രിപ്റ്റ് ചെയ്തു. പൂച്ചക്കരി മൂക്കത്തേക്ക് പോകുമ്പോൾ അരോമ മണിച്ചേട്ടൻ 2-3 പടം ചെയ്തു. 2 പടം, കുയിലിനെ തേടി, എങ്ങനെ എന്റെ കളിത്തോഴൻ, എല്ലാ സിനിമകളും സക്സസ്ഫുൾ ആയി. അതെ അതെ. അപ്പൊ ആ പുള്ളി അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രിയൻ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സ്ക്രിപ്റ്റ് എഴുതിട്ട് ശശികുമാർ സാറിനെ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം, അതിനുള്ള പൈസ എന്താണെന്ന് വെച്ചാൽ വേറെ തരാമെന്ന്. പക്ഷേ നമ്മളൊരു ഒറ്റ പിടിയിൽ നിന്നാണ് പ്രിയൻ്റെ അടുത്ത്, പ്രിയൻ തന്നെ വേണം, ഞങ്ങളെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മളന്ന് പ്രിയൻ തന്നെ പറ്റൂന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിച്ചിട്ടാണ് അന്ന്. അത് ആദ്യത്തെ സിനിമയായിരുന്നു പ്രിയൻ്റെ, അതിൽ ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ പ്രിയൻ ഈയിടെ പറഞ്ഞു, പ്രിയൻ്റെ 100th ഫിലിം, 3 സിനിമയും കൂടെ കഴിഞ്ഞാൽ 100th ഫിലിമാവും, അതിലും ഞാൻ തന്നെ ആകണം നായകൻ എന്നാണ്. അപ്പോൾ അത് ഒരു വലിയ ട്രാവൽ, 100 സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമല്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ലോകത്തിലൊരു ചരിത്രമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ആദ്യത്തെ സിനിമയിൽ 100 ഒരേ ആക്ടർ അഭിനയിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടായി കാണില്ല, ആർക്കും ഉണ്ടായി കാണുന്നില്ല. പക്ഷേ അനുഗ്രഹിക്കണേ എന്ന് പറയാനേ നമുക്ക്. എനിക്കതുപോലെ പെട്ടെന്ന് പറയാൻ, അതും ഒരു ആക്ടർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിൽക്കാലത്ത് എന്നെ ആദ്യം ഈ ക്ലാപ്പ് അടിച്ചെന്ന് പറയുന്ന ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. അതൊരു 2C ക്യാമറയാണ്. അത് ഞാൻ പോയിട്ട് വേറൊരു 2C കൊടുത്തിട്ട് ഞാൻ KSFDCന്ന് വാങ്ങിച്ചു. അതവിടെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു, അതിനെ ഞാൻ എല്ലാം ചെയ്ത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കലാണ്. അപ്പോൾ ആ സിനിമയുടെ ക്യാമറയും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യം എൻ്റെ മുഖത്ത് ഒരു വെച്ച ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു വേറൊരു ആക്ടറിന് അത് സാധിക്കാൻ
ഉണ്ടോയെന്ന് അറിയില്ല. അയാളുടെ ഒരു കളക്ഷനിൽ നമ്മുടെ ആദ്യത്തെ ഷോട്ട് എടുത്ത ക്യാമറ എന്ന് പറയുന്നതൊക്കെ, അതുപോലെ ഇയാളെ ഞാൻ ആദ്യം ക്ലാപ്പ് അടിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചോദിക്കാൻ വാങ്ങിക്കാൻ പോവാണ്. കളക്ഷനിലേക്ക് നമുക്കൊരു ഒരു മലയാള സിനിമയുടെ മ്യൂസിയം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഒരു സ്ഥലത്തിരുത്താം. ദത്തെടുത്തു. ക്യാമറയുമായി മദ്രാസിൽ പോയ കഥയോ? വീട്ടിൽ കയറാൻ വിഷമിച്ച് കിടന്നൊരു കാലമല്ലേ? എന്നത് പ്രിയഞ്ചേട്ടൻ പറഞ്ഞു, തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. അത് ആ കരയെ തൊടാതെ അലയോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സുരേഷിൻ്റെ ഒരു അമ്മാവനും കൂടെ ചേർന്നാണ് എടുത്തത്. അപ്പം അത് വഴിയിലായിപ്പോയി. പടം തീർന്ന് അതല്ലേ പറഞ്ഞ പ്രിയം പറഞ്ഞത് നേരത്തെ, നമ്മൾ കര തൊട്ടുമില്ല, നമ്മൾ വെള്ളത്തിലുമായിപ്പോയി. കരയെ തൊടാതെ അലയോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാൻ പറ്റാത്ത ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം പിന്നെ അവസാനം അമ്മ വിളിച്ച് എൻ്റെ അമ്മാവൻ്റെ അടുത്ത്, മദ്രാസിലെ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറ്റിവിടണമെന്ന് പറഞ്ഞിട്ട് സ്വാമീസ് ലോഡ്ജ് വന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത്, അതുവരെ സ്വാമിയുടെ ഒരു ദയാദാക്ഷിണ്യത്തിൽ ചാപ്പാടുമൊക്കെ കഴിച്ച് അവിടെ മുറി കിടക്കുകയായിരുന്നു. അങ്ങനെ ബില്ലുമൊക്കെ സെറ്റിൽ ചെയ്ത് എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് സിനിമയൊക്കെ ഇനിയും ഉണ്ടാക്കാം, നീ ആദ്യം BCom പരീക്ഷ എഴുതി തീർക്കാൻ പറഞ്ഞു, അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എൻ്റെ അടുത്തും എൻ്റെ ഫാദർ ഇതേപോലെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ ഒരു സക്സസ് എന്ന് അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു തരത്തിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരുന്നതും എൻ്റെ കുടുംബക്കാരും ഇവരൊക്കെ കണ്ടിരുന്നത് ആയിരിക്കാം. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു അന്ന് എന്താണ് ഒരു ഡിഗ്രി പാസ്സാകുക, സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടുക ഒക്കെയാണ് അന്നത്തെ. എന്തായാലും ഡോക്ടറാകുക എഞ്ചിനീയർ ആകാനൊന്നും പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് എഴുതിയിട്ട് നമ്മൾ, പക്ഷെ അത്യത്ഭുതമായിട്ട് അത് പാസ്സായി എന്നുള്ളത്. പക്ഷെ അത് ആ റിസൾട്ട് അറിയുന്നത് ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സെറ്റിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് ഞാനത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, എൻ്റെ സുഹൃത്തായ സനിൽകുമാറുണ്ട്, അത് വലിയൊരു പ്രക്രിയയായിരുന്നു കണ്ടുപിടിക്കാൻ. പക്ഷേ അത് ആൾക്കാരൊരു വലിയ ചലഞ്ച് പോലെ എടുത്ത് അത് കണ്ടുപിടിച്ച്, എന്തായാലും നീ ചിലപ്പോൾ ഇയാൾ ചോദിക്കും, നീ ശരിക്കും ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാവുന്ന ഒരു സാധനമായിട്ട് മാറ്റി. ഈ ഓണക്കാലമാണ്, നമ്മൾ ഓണാഘോഷമാണ്. അന്നത്തെ ഒരു ഓണക്കഥ എങ്ങനെ വായിച്ചു കേട്ടുള്ളതാണ്, ഒരു ആശുപത്രിയിൽ കഴിഞ്ഞൊരു ഓണം. അതെ, അതിന്റെ വില്ലൻ ഞാനാ. അതായത് സുരേഷിന്റെ കൂടെ വന്നിരുന്നു, ഞാൻ നീയും കൂടെ തന്നെ പോയിട്ട്. എന്താണെന്ന് വെച്ചാല് ലാലിന് ആ സമയത്ത് നമ്മുടെ ഈ കരയെ തൊടാതെ അലകൾ എന്ന് പറഞ്ഞ പടത്തിന്റെ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ ലാൽ ഒരു കാസറ്റ് വാങ്ങിക്കാൻ പോയി. ആ കാസറ്റ് നമ്മള് ബൈക്കിൽ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട്, നസീറിന്റെ ബൈക്കിൽ ലാൽ ഓടിച്ച്, നസീറും ലാലും കൂടെ കാസറ്റ്, അന്ന് ചെറിയ കാസറ്റാണ്, അത് വാങ്ങിക്കാൻ പോണ വഴിക്ക് നവോദയയുടെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ വണ്ടി അപ്പം അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ കൂടെ പോയി അതിൻ്റെ സൈഡിലെങ്ങാണ്ട് തട്ടിയിട്ട് കാലിലെ ചെറുവരൽ പൊട്ടി. അങ്ങനെ അവരുടെ വണ്ടി തന്നെ കൊണ്ടുപോയിടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് പറ്റിയത്. അവരുടെ ആ ഫുഡ് റെസ്റ്റിൽ അതിൽ ചെറിയ, അന്ന് ഷൂസൊന്നും ഇല്ലല്ലോ, ചെരുപ്പില്ലായിരുന്നു. ഇപ്പം ചെറിയ വിരൽ കൊണ്ടിട്ട് വിരലങ്ങ് പറഞ്ഞു പോയി. അങ്ങനെ പാരീസിൽ നാഷണൽ ഹോസ്പിറ്റൽ, പാരീസിൽ അവിടെ അല്ല, മദ്രാസിലെ പാരീസിലെ നാഷണൽ ഹോസ്പിറ്റൽ, അവിടെ കിടക്കായിരുന്നു. അപ്പം അന്ന് തിരുവോണത്തിൻ്റെ അന്ന് വേറൊരു കുഴപ്പമില്ല. അപ്പം പ്രിയൻ്റെ ഒരു ബന്ധുവുണ്ട് നന്ദനത്ത് താമസിക്കുന്നത്. അപ്പം ഞാനും പ്രിയനും കൂടെ അവിടെ പോയി, ഞങ്ങൾ പറഞ്ഞു അവിടെ പോയിട്ട്, അപ്പോൾ പോകുന്ന നേരത്തെ ലാലു പറഞ്ഞു പായസം കൊണ്ടുവരണം. ഞങ്ങളെല്ലാം എഗ്രി ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അതൊരു സാധാരണ ഒരു ഹോസ്പിറ്റലാണ് അല്ലേ? നമുക്ക് അന്ന് അതല്ലേ പറ്റുള്ളൂ. വേറെ അവിടുന്ന് അവിടെ പോയി ഞങ്ങൾ നല്ല സുഖമായിട്ട് ഊണൊക്കെ കഴിച്ച്, എന്തുകൊണ്ടാണ് പായസം നമ്മളെ കൊണ്ടുവരാൻ മറന്നുപോയതാണ്. അതെ, മറന്നുപോയതാണ്, ചോദിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വന്നെങ്കിൽ നിൽക്കുന്നു പായസം അല്ല, അവിടെ എല്ലാം തീർന്നു പോയി. നമ്മൾ അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു പട്ടിണി. അങ്ങനെ അന്ന് ആ കിരീട ഉണ്ണി ഉണ്ടായിരുന്നു, ലാലിൻ്റെ കൂടെ ഇരിക്കുന്നത്. കറക്റ്റ്, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സോ അങ്ങനെ അങ്ങനത്തെ ഒരു ഓണം അത് മറക്കാൻ പറ്റാത്ത ഓണമാണ്. അല്ല, സിനിമയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകാതിരിക്കാൻ പറയാണ്. പ്രിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരു കാര്യം കൂടെ ഈ വളരെ അടുത്ത കാലത്ത് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയനൊരു റൈറ്ററായി മാറുകയും സിനിമയിലേക്ക് ആകൃഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് MT സാറിൻ്റെ കഥകൾ വായിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓളവും തീരവും ഇപ്പോൾ ഈയിടെ ചെയ്തു. അതെ, അത് വായിച്ചിട്ടാണ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നെങ്കിലും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാൽ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും ലാൽ അദ്ദേഹത്തിനോട് പിണങ്ങുകയും വരെ ചെയ്തു. എനിക്ക് എഴുതി തരാം. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നു 2 പ്രാവശ്യം അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛന് സുഖമില്ലാതായി. അപ്പം പുള്ളി പറഞ്ഞു, അച്ഛനല്ലേ വലുത്, സിനിമ നമുക്ക് നാളെ എടുക്കാമല്ലോ.
എന്ന് ഞാൻ പോവുകയും പിന്നെ അത് പ്രോജക്റ്റ് നടക്കാതായി. അങ്ങനെ ഇരുന്നിരുന്ന് ഈയിടയ്ക്ക് ഈ സിനിമ ഇതായി കഴിഞ്ഞ് ഓളവും തീരത്തിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ 40 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടെ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു കരിയർ തുടങ്ങി, അത് വളർന്നു, അത് പൂത്ത് പന്തലിച്ചു. ഇനിയിപ്പം അത് എത്ര കാലം അതുപോലെ പൂക്കളോടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഇൻസ്പിറേഷനാണ് കരയെ തൊടാതെ ഇലകളുടെ സ്ക്രിപ്റ്റ്. എക്സാക്ട്ലി, അതിന്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായിരുന്നു അന്നേ പ്രിയന്റെ മനസ്സിൽ അതാണ്. പക്ഷെ അത് കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് പുഴയുമായിട്ട് അത് അങ്ങോട്ട് മാറ്റി എന്നുള്ളേ ഉള്ളൂ, പുഴ കടലായെന്നുള്ളേ ഉള്ളൂ. അന്ന് മുതലേ ഇത്തരം ഒരു കഥ വേറൊരു കഥയിലേക്ക് മാറ്റാൻ തൽപരനായിരുന്നു. അതെ, അത് ശരിയാണ്. അല്ല, അങ്ങനെ വേണ്ടേ? അല്ലാതെ ലോകത്ത് കുറച്ച് കഥകളല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയനായ അച്ഛന്റെ പുസ്തകശേഖരം അല്ലേ? അതെ, അതൊക്കെ ഉണ്ട്. അതെ, അതിൽ നിന്നൊക്കെ നമ്മളെ ഇൻസ്പയർഡ് ആയത് അത് തീർച്ചയായിട്ടും അതായിരുന്നു. ഇപ്പോൾ അവർ പറയും അതിൽ നിന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതുമായിട്ട് തോന്നാത്ത തരത്തിലൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മറ്റേതൊരു റീമേക്കാണ്, അങ്ങനെയല്ലല്ലോ. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. എല്ലാത്തിലും അതിലുണ്ടല്ലോ. ഇപ്പം നൃത്തമായാലും അഭിനയത്തിലായാലും സംഗീതത്തിലും ഒക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നുണ്ടാവും. അതിൽ നിന്നല്ലേ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഈ സിനിമയിലേക്ക് പോകുന്നതിന് ക്രിക്കറ്റ് എത്രമാത്രം കണക്ട് ചെയ്തു? ഇല്ല, എനിക്കധികം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആണ് പൂജപ്പുര ഗ്രൗണ്ടിൽ ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് കാണുമ്പോൾ ഒരുപാട് പേര് അവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. പക്ഷെ അവിടുത്തെ ആദ്യത്തെ സ്റ്റംപ് ആ ഗ്രൗണ്ടിൽ അടിച്ചത് ഞാനാണ്. കാരണം ഞാൻ തൈക്കാടുന്ന് പൂജപ്പുരയ്ക്ക് വരുമ്പോൾ അവിടെ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. ഫുട്ബോളേ ഉള്ളൂ. ഞാൻ ഫുട്ബോളായിരുന്നു. അതെ. അപ്പം ഞാൻ ആ ചുറ്റുപാടിൽ എൻ്റെ കുറേ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ക്രിക്കറ്റ് അവിടെ ആദ്യത്തെ സ്റ്റംപ് ആ ഗ്രൗണ്ടിൽ അടിക്കുന്ന ഞാനാണ്. പിന്നീട് ഞാൻ അന്ന് പൂജപ്പുരയിൽ ചെങ്കള്ളൂർ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പം മുടവൻ മോൾ ക്രിക്കറ്റ് ക്ലബ്ബ്, അതൊന്നും ക്ലബ്ബൊന്നും അല്ല, ചുമ്മാ എല്ലാവരും കൂടെ കൂടുന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലാലിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പാങ്ങോട് ഗ്രൗണ്ടുണ്ട്, പൂജപ്പുര ഗ്രൗണ്ടുണ്ട്, അവിടെ നമ്മൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ലാലിനെ ഞാൻ കളിച്ചു തുടങ്ങിയിട്ട് ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ടീം വാങ്ങിക്കുന്നവരെ എത്തി നമ്മൾ ക്രിക്കറ്റിൽ. ഇദ്ദേഹത്തിൻ്റെ മകള് അതിൻ്റെ സ്ത്രീകളുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അല്ല, മാത്രമല്ല ഞാനും ബ്രാൻഡ് അംബാസിഡറാണ്. മകള് പ്രിയൻ്റെ പാർട്ട്ണറാണ്. സോ അങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു താളവട്ടം പോലെയാണ് ആ സൈക്കിൾ. ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച ഇപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇത് ഞങ്ങൾ തന്നെ ഓർക്കുന്നത്. അതെ, കറക്റ്റ്. എന്തൊക്കെ ജീവിതത്തിൽ നടന്നു, എന്തൊക്കെ നടന്നു, നമ്മളിതൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ജീവിതത്തിൽ പലതും ഇങ്ങനെ സംസാരിക്കാൻ മാത്രമാണ് നമ്മൾ പലതും ഓർക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം മറന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ പണ്ടൊരു IPL ടീം അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രമിച്ചത് നടന്നു, ചിലത് നടന്നിട്ടില്ല. എങ്കിലും നമ്മൾ ഇന്ന് ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയും. ഇന്നൊരു മൂമെൻറ്റിൽ നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതിന് ഞങ്ങൾ 3 പേരും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയതുകൊണ്ട് ഞങ്ങളവിടെ നിന്നു. പിന്നെ പലരും എനിക്ക് ഞാൻ ധൈര്യമായിട്ട് പറയാൻ പറ്റും, എനിക്ക് ആദ്യത്തെ സിനിമ തന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. സുഹൃത്തെന്നുള്ള ലെവലിൽ പോട്ടെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട്. ഞാനെന്ന് പറയുന്ന രീതിയിൽ ഞാൻ പ്രിയദർശനായതിനകത്ത് ഒരുപാട് പങ്ക് ലാലിനുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ ഭാഗ്യമാണ്. പണ്ട് ഞാനും സത്യനും കൂടെ പറഞ്ഞിരുന്നൊരു വാക്ക് സത്യൻ എപ്പോഴും പറയും, എങ്ങനെങ്കിലും ഇയാളൊരു സൂപ്പർ സ്റ്റാർ ആയാൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു പോയതിന് അതായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ സിനിമകൾ ചെയ്ത് ഇന്ന് വരെ ഒരു സിനിമയുടെയും കഥ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് പറയും, ആദ്യം എന്തെങ്കിലും പറയാൻ പോയാലും വേണ്ട ഞാൻ സിനിമയുടെ ഡബ്ബിങ് കണ്ട് മനസ്സിലായിക്കോളാം. കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല, കിട്ടില്ല. അപ്പോൾ അന്നത്തെ വേറെ അദ്ദേഹത്തിന് തല അങ്ങനെ വളരെ അത്ഭുതമാണ് മലയാള സിനിമയിൽ ആ കാര്യത്തിൽ. വളരെ സ്ക്രിപ്റ്റ് എഴുതി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ഇതൊന്നും ഇല്ലാതെ മനസ്സിൽ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റേത് പുറത്തെ ഒരു വേറെ രീതിയിലാണ് അന്ന് നമ്മുടെ സിനിമ വർക്ക് ചെയ്യുന്നത്. മറ്റേ സ്റ്റോറി ബോർഡൊക്കെ എഴുതി അങ്ങനെയൊന്നും അല്ല, അതൊക്കെ മനസ്സിലാണ്. അപ്പം അതിനെ കൂട്ടി ഇണക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇതിന് മുമ്പുള്ള സീൻ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ജീവിതം പോലെയാണ് പ്രസന്റിൽ നിൽക്കുക. വലിയ കാര്യമാണ്. ബാക്കി സിനിമകളിലൊക്കെ സ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ സിനിമ ചെയ്യുന്ന എനിക്ക് പേടിയാണ്. രാവിലെ വന്ന് ചോദിക്കുക, എന്താണ് നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ വെച്ചിട്ട് ആദ്യം ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ
ലൈറ്റപ്പ് ചെയ്യാവുന്ന ഒരു ഷോട്ട് വെക്കാൻ പറയാം. അപ്പോൾ കുമാർ നേരെ എടുക്കുന്നത് ലൈറ്റപ്പ് ചെയ്യാം. ആ സമയം കൊണ്ട് കുറിക്കും. ഇത് തന്നെയാണ് പരിപാടി. ഏത് പടമാണെങ്കിലും സ്ക്രിപ്റ്റ് രാവിലെ. എന്നിട്ട് എന്തോ ചെയ്യുന്നറിയാം, നമ്മൾ രാവിലെ ചെന്ന് വിളിച്ചുണർത്തും. വിളിച്ചോളുമ്പോൾ നീ എൻ്റെ കാലൊന്ന് പിടിച്ച് തടവ്. അപ്പോൾ കുറേ നേരം എൻ്റെ കാലൊക്കെ തടവി കൊടുത്ത് എണീച്ച് കാപ്പിയൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് ബാത്റൂമിൽ പോകും. എന്നിട്ട് അവിടുന്ന് ആ ടോയ്ലറ്റ് പേപ്പർ വലിച്ച് വെച്ച് ഇങ്ങോട്ടിരുന്ന് അതിൻ്റെ പുറത്തിട്ടാണ് എഴുതുന്നത്. കുറച്ച് കൂടുതലാണ്. കൂടുതലല്ല, സത്യം. ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യമല്ലേ അങ്ങനെ ഈ കഥയിൽ എവിടെയാണ് ശ്രീനിചേട്ടന്റെ എൻട്രി? എവിടെ ഒരിക്കൽ വന്ന് എഴുതാൻ വന്നിട്ട് മുങ്ങിയ കഥയുണ്ട്. അല്ല, എഴുതാൻ വന്ന് മുങ്ങിയതല്ല. ശ്രീനിയോട് ഞാൻ പറഞ്ഞു, എഴുതണമെങ്കിൽ ഒരു റോൾ അഭിനയിക്കാൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശ്രീനി എഴുതാൻ നിർബന്ധിതനായി. കാര്യം വേറെ ആൾക്കാരെ കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആണ് ശ്രീനി തിരക്കഥാകൃത്തായത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഈ നമ്മുടെ യാത്രയിൽ ഇതുപോലെ ഒരുപാട് ഈ കൈവഴികൾ പുഴയിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ അതിൽ തന്നെ മുകേഷ് ആയാലും ജഗദീഷ് ആയാലും അങ്ങനെ അത്തരത്തിൽ എഴുതിയ ചിത്രങ്ങളൊക്കെ അക്കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളാണ്. ചിത്രമായാലും താളവട്ടമായാലും. ഒരു സ്ക്രിപ്റ്റ് മാത്രമേ, അപ്പം ഞാൻ എപ്പോഴും പറയും, പ്രിയ, എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിനുള്ള അഭിനയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതിയ ഒരു ദിവസം എനിക്കറിയില്ലായിരുന്നു. പൊള്ളാച്ചിയിലിരിക്കുമ്പോൾ മുറി തുറന്ന് എന്നെ കുറേ സമയം ഇങ്ങനെ നോക്കി. ഞാൻ വിചാരിച്ചു ഇയാൾ ആദ്യമായിട്ട് എന്നെ കാണുന്നത്. എന്നിട്ടൊരു സാധനം ഇങ്ങനെ ഇത് വായിക്കുക, എന്താണ് തേന്മാവിൻ കൊമ്പത്ത് സിനിമയുടെ സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കട്ടെ, തിരിച്ചെടുത്തോളാം. ഓൾറെഡി എഴുതി കഴിഞ്ഞല്ലോ, ഇനി പഴയതുപോലെ തന്നെ സഞ്ചരിച്ചു. ഞാൻ എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, കഴിഞ്ഞ സീൻ എന്താണ്? ഞാൻ പറയും, സ്ക്രിപ്റ്റ് തന്നല്ലേ വായിക്കേ. മേടിച്ചേട്ടാ എന്തെന്ന് പറയണേ, ഇവന്റെ ഒരു അഹങ്കാരം. ഒരു പ്രാവശ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള യാത്രകളായിരുന്നു എല്ലാം. ഇപ്പൊ ഈ പെട്ടെന്ന് വേണിച്ചേട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മളോട് സഞ്ചരിക്കുകയും നമ്മളെ സ്വന്തം സഹോദരന്മാരൊക്കെ കാണുകയൊക്കെ ചെയ്ത ആൾക്കാർ നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ ഈ തിരനോട്ടത്തിൽ അഭിനയിക്കാനായിട്ട് ഞങ്ങൾ അന്ന് പോയി നെടുമുടി വേണുവിനെ വിളിച്ചു. അപ്പോൾ ഇപ്പോഴേ ഓർമ്മയുണ്ട്, വേണിച്ചാൻ പിൽക്കാലത്ത് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വേണിച്ച അന്ന് തമ്പൊക്കെ തുടങ്ങിയിട്ട് വേറൊരു ആർട്ട് സിനിമയോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു പ്രത്യേക ഒരു പ്രകാശത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യമേ ചിരിച്ച്, ഈ പിള്ളേരാണോ സിനിമ ചെയ്യാൻ വരുന്നത്? കാര്യം രാജീവ് നാഥൻ്റെ അനിയൻ വേണിച്ചേട്ടൻ പറഞ്ഞു, നിന്നെ അന്ന് ഞാൻ നോക്കി വെച്ചിരുന്നു, എന്തോ ഒരു കള്ള ലക്ഷണമുള്ള പറഞ്ഞിട്ട്. എന്തായാലും അല്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെയും അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് എത്രയോ നല്ല സിനിമകൾ അഭിനയിക്കാൻ, പ്രിയൻ്റെ സിനിമയിൽ അല്ലെങ്കിൽ സുരേഷിൻ്റെ സിനിമയിലൊക്കെ അവർക്കൊക്കെ വന്ന് ചേരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അല്ല, ഈ സമയത്ത് നമുക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തീർച്ചയായിട്ടും, അതായത് പലപ്പോഴും ആളുകൾ പറയുന്ന, ഇപ്പോഴും ചോദിക്കും ആളുകൾക്ക്, എന്തുകൊണ്ട് നിങ്ങൾ പഴയ പോലൊരു വിൽക്കോ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ നഷ്ടമെന്ന് പറയുന്നത്, എന്നിട്ട് ലാലൊരിക്കൽ പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടൻ എത്രത്തോളം നന്നാവുന്നോ അപ്പോഴാണ് എനിക്ക് അത്രത്തോളം നമ്മുടേതായ പൊട്ടൻഷ്യൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഇതൊരു അഭിനയം എന്നുള്ളത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് കിലുക്കം. ജഗതിയും അമ്പിളിയും ലാലും കൂടെയുള്ള സീക്വൻസുകൾ എന്ന് വെച്ചാൽ പകുതി വരികളെ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ, പകുതി വരികൾ ഇവരങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ ചില ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന സംഭവങ്ങളില്ലേ, അത് നമ്മൾ പലപ്പോഴും ഞാൻ ആ കിലുക്കാൻ സമയത്തൊക്കെ ഇവരുടെ സീക്വൻസുകൾ കട്ട് പറയാൻ മറന്നു നിന്നിട്ടുണ്ട്. ഇത് കേട്ടാസ്വദിച്ചിട്ട്. അതെ, അതുപോലെയാണ് നമുക്ക് പപ്പുവേട്ടൻ ആയിട്ടുള്ളത് സംഭവം. ശ്രീനിവാസൻ, ഇങ്ങനെ അപ്പം ഇതിനകത്ത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇത് എഴുതുമ്പോൾ തന്നെ പലപ്പോഴും സ്ക്രിപ്റ്റ് എഴുതാത്തെന്ന് അറിയില്ലേ, നമ്മുടെ മനസ്സിൽ ഇവരൊക്കെ അല്ലേ അഭിനയിക്കുന്നുള്ളൂ, ഇവർക്ക് വേണ്ടി കറക്റ്റായിട്ട് വരും എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടാവും. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇന്നസെന്റ് ആയാലും എല്ലാവരും നമുക്ക്. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്രീം മിസ് ചെയ്യുമ്പോൾ മനസ്സ് കൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാൻ പറ്റാതായി പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴും മനസ്സിൽ ഹ്യൂമർ ഇല്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ ആര് ചെയ്യും? അത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചോദിച്ചിരുന്നു പഴയതുപോലെ ഒരു സിനിമ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ആ സിനിമ തന്നെ എടുത്ത് കണ്ടുകൂടെ എന്ന കാര്യം. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ അങ്ങനെ പറയാനുണ്ട്. ഇപ്പൊ റീ റിലീസുകൾ തുടങ്ങിയിട്ടുണ്ട്, അതൊരു കുഴപ്പമില്ല. പൂച്ചയ്ക്കിന് മുക്കുത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നത് കാണുമ്പോഴും
ഇവർ പറയും അന്നത്തെ കാലത്ത് അന്നത്തെ ട്രെൻഡ് ഇപ്പോൾ ഈ പുതിയ സിനിമകൾ വരുമ്പോൾ ഇത് ഇന്നും മനസ്സ് തുറന്ന് തന്നെ ചിരിക്കാൻ പറ്റുന്ന ഓരോ സീക്വൻസ് അപ്പോഴാ പറഞ്ഞാൽ അത് പലതപ്പെട്ടാണ്. അതെ. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിന്റെ ക്ലൈമാക്സ് ഒഴിച്ചുള്ള സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ക്ലൈമാക്സ് ഒഴിച്ച് മുഴുവൻ ക്ലൈമാക്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊന്നുമില്ല. അല്ല എനിക്കറിയില്ല എന്താ ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാൻ എഴുതിയിട്ടാണ്. അത് രക്ഷപ്പെടാനുള്ള ശ്രമമല്ലേ, അപ്പൊ ചെയ്തു. അത് രേഖ വേണം, രേഖ വേണമല്ലോ. പക്ഷെ കിലുക്കം വൺസ് അഗൈൻ എത്ര വർഷമായി അതിൽ ഈ ഒരുപാട് ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിനകത്ത്. ഈ തമ്പുരാട്ടിയും കൊണ്ട് തിരിച്ചു വരുമ്പോ ഉള്ള സീക്വൻസ് ഒക്കെ അപ്പൊ വന്നതാണ്. അല്ല അങ്ങനല്ല, എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷേ ധാരണകളൊക്കെ ഇല്ലേ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാതെ പറ്റില്ല. ഇതിന്റെ ഒരു പക്ഷേ അതിന്റെ ഒരു ഫോർമാറ്റ് വേണ്ടേ, ഇന്ററാക്ഷൻ, അതിന്റെ ഇന്ററാക്ഷൻ പലതും, അതിനിടയിലിടുന്ന ഒരു മൂളല്, ഒരു അനക്കം, ഒരു തിരിയല്, ഇതൊക്കെയാണ് ഒരു സീനിനെ ഭംഗിയാക്കി എടുക്കുന്നത്. അത് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നതല്ല, അതൊരിക്കലും എഴുതാൻ പറ്റില്ല. നമുക്ക് അപ്പം അതാണ് അമ്പിളിച്ചേട്ടനെ പോലൊരു ആക്ടർ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം ആ ആക്ടർ ആ റോളിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർട്ടി ആയിട്ടൊരു പേന എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതാ സിനിമ തീരുന്നത് അല്ലെങ്കിൽ ആ ദിവസം വേറൊരാൾ ചോദിച്ചാൽ കൊടുക്കില്ല, തൊടാൻ സമ്മതിക്കില്ല. അത്രയും കാര്യം അത് ഒരു ആക്ടറുടെ ടൂളാണ്. ആ പേന വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ പേന ഒന്ന് എടുക്കുന്നു, താഴെ ഇടുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഷോട്ട് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കില്ല. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ. ഈ പറഞ്ഞ എല്ലാവരും ആണ്. എന്നാലും അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്നത് ആ റോളിന് വേണ്ടിയിട്ട് ഇംപ്രവൈസ് ചെയ്യുന്നത് അത്ഭുതകരമായിട്ടാണ്. ചിലത് എക്സെപ്ഷണലാണ്, ഓരോരുത്തർക്ക് സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പം പപ്പുവേട്ടന് ഒരു കോഴിക്കോടൻ സിഗ്നേച്ചർ ഉണ്ട്, മാമുക്കോയ്ക്ക് അങ്ങനെ ഒരു, ഇന്നസെന്റിന് ഒരു തൃശ്ശൂർ സിഗ്നേച്ചർ ഉണ്ട്. ഓരോ ദേശം ഇവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആ ദേശത്തിലേക്കൊക്കെ അവരോടൊപ്പം സഞ്ചരിക്കേണ്ട ആളാണ് നായകൻ. അതാണ്. പക്ഷേ അത് വളരെ എന്താ പറയുക, അതൊരു ഒരു ടീം വർക്കായിട്ട് വരുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. അല്ല ഇതുപോലെ തന്നെയാണ് സുകുമാരി ചേച്ചി ആയാലും, അതെ, കവിയൂർ പൊന്നമ്മ ചേച്ചി ആയാലും, ലളിത ചേച്ചി ആയാലും, ഫിലോമിന, ഒരുപാട് പേര്. അപ്പോൾ അത് ഒരു പീരീഡായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളും നാളെ ഇതുപോലെ മറഞ്ഞു പോകും. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ ഇനി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇനിയും എങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ പ്രാപ്തരാകുന്ന സമയം വരെ നമ്മളിത് നിൽക്കും. അത് കഴിഞ്ഞ് ഞാൻ സുരേഷിൻ്റെ കൂടെ കാശിയിലോ എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടേ പോകുള്ളൂ. ഇയാളാണല്ലേ എൻ്റെ മുഖത്ത് ക്ലാപ്പ് വെച്ച് എന്നെ സിനിമയെ കൊണ്ടുവന്നത്. ആരെങ്കിലും ഒരാൾ കൂടെ വേണം, തനിച്ചു പോകില്ല. അല്ല ആളിന് തനിച്ച ഒരു സ്ഥലത്തും പോകില്ല, ആരെങ്കിലും കൂടെ വേണം. ഈ അതിലൊക്കെ വരാം. ഈ കോഴിക്കോട് തൃശ്ശൂർ ദേശത്തേക്ക് വരുവാൻ തിരുവനന്തപുരം രണ്ടുപേരും ഒറിജിനൽ ആയി തിരുവനന്തപുരം അല്ല ഇവിടേക്ക് വന്നവരാണ്. സുരേഷ് ചേട്ടനാണ് നമ്മുടെ ഒറിജിനൽ തിരുവനന്തപുരം, ഇതും വന്നത് തന്നെയാണ്. അപ്പൊ പിന്നെ പക്ഷേ ഞങ്ങൾ എല്ലാരും വന്നവരൊരു ട്രിവാൻഡ്രം, പത്തനംതിട്ട, അമ്പലപ്പുഴ. ഞാനല്ല, എൻ്റെ അച്ഛനും. അത് തന്നെ ഞങ്ങളുടെ എന്റെയും കേസ് അങ്ങനെയാണ്. ഒറിജിനലി ദേവനാണ്. അതായത് ഈ പെറ്റമ്മ പോറ്റമ്മ എന്ന് പറയില്ലേ, പെറ്റമ്മ ഏതായാലും പോറ്റമ്മ ഞങ്ങൾക്കെല്ലാം തിരുവനന്തപുരം തന്നെയാണ്. പക്ഷെ ഒരു തിരുവനന്തപുരം കഥ ഈ ഭയങ്കരമായിട്ട് രസിക്കുന്ന ഒരു 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 മസാലയൊക്കെ പലപ്പോഴും പല സിനിമകളിലൂടെ ഇങ്ങനെ അതറിയാതെ വരുന്നതാണ്, അത് വന്നു പോകുന്നതാണ്. ഈ ലാൽ തന്നെയാണ് ഈ തന്നെ എന്നുള്ളതൊക്കെ സാധനങ്ങളൊക്കെ ഇംപ്രവൈസ് ചെയ്ത ലാൽ തന്നെയാണ്. അത് നമ്മൾ എഴുതുന്നതല്ല. കോഫി ഹൗസ്, ഐ മീൻ കോഫി ഹൗസ് ജീവിതം എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റിയത് കുറച്ച് ഇതൊക്കെ മാറിപ്പോയി. കാര്യം സങ്കടമായിപ്പോയി അവിടെ കൂടെ പോകും. അതിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാത്തിലും ലോകത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഫി ഹൗസ് ഒക്കെ വളരെ അന്നത്തെ നമ്മുടെ ഒരു മീറ്റിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായ സ്ഥലങ്ങളായിരുന്നു. നമ്മൾ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും ആദ്യം വരും, ഒന്നെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ ലാൽ വരും, ആരും പ്രിയൻ ആരും വന്നാലും ആദ്യം ഒരു കാപ്പി ഓർഡർ ചെയ്ത് വെക്കും. പക്ഷേ ഇതിന്റെ പൈസ കൊടുക്കണമെങ്കിൽ പോക്കറ്റിൽ പൈസ ആരെങ്കിലും വരണം, വേറെ ആരെങ്കിലും വരണം. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് അവിടുന്ന് ഒരു മസാല ദോശ, ഒരു മട്ടൺ ഓംലെറ്റ്, ഇതായിരുന്നു ഏറ്റവും വലിയ ലക്ഷറി. നമ്മൾ ഇപ്പോഴും കഴിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചു. അതെ, ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബിൽ മട്ടൺ ഓംലെറ്റ് കിട്ടും. പക്ഷേ അവിടുത്തെ ക്യാരറ്റ് ഒക്കെയുള്ള അല്ല ഈ ബീട്രൂട്ട് ഒക്കെയുള്ള മസാല ദോശ അതൊരു ഭയങ്കര ഇപ്പോഴും ഇവിടെ നമ്മുടെ വീടിനടുത്ത് ഇപ്പോൾ പുതിയൊരു ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങിയിട്ട് നമ്മൾ അവിടെ പോയി കഴിക്കുക. അവിടെ നിന്ന് വാങ്ങിച്ചെങ്കിലും കഴിക്കുക. അപ്പം അതൊന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അത് കോഫി ഹൗസ് കൾച്ചറുണ്ട്, വല്ലാത്തൊരു കൾച്ചർ. അതായത് അതിനകത്ത് AG's ഓഫീസിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഈ ഒരു സൈഡിൽ ഞങ്ങളെപ്പോലെ എന്താണ് ഒരു ജോലിയും ഇല്ലാതെ മോഹങ്ങളുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലമുണ്ട്.
വേറൊരു സ്ഥലത്ത് ഈ പുതിയ മ്യൂസിക് അതിന്റെയൊക്കെ സാധനങ്ങളായിട്ട് കുറെ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ പിന്നെ ഒരുപാട് വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന ആൾക്കാരുണ്ട്. 10, 12, 30 വർഷമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. സർദാർജിയൊക്കെ അയാളൊക്കെ മലയാളം മറ്റേ ഹിന്ദിയൊക്കെ മറന്നുപോയി. അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു YWC. അതെ അതെ, YWC. വായി നോക്കി അങ്ങോട്ടിരിക്കാൻ മുഴുവൻ നേരം ഇരിക്കുന്നവരുണ്ട്. ഇനി YWC അറിയാത്തവരാണെങ്കിൽ യങ് വിമൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ലേഡീസ് ഹോസ്റ്റൽ. അതെ. അപ്പോൾ പക്ഷെ അത് കോഫി ഹൗസ് ഒരു കൾട്ടായിരുന്നു കേട്ടോ, ഒരു കൾട്ടായിരുന്നു. അത് പറയാതിരിക്കാം. ഒരുപാട് ആളുകൾ ഒന്നും ആലോചിക്കണം. ജിജി തോംസൺ, ഏലിയാസ്, ഇങ്ങനെയുള്ള IAS ഓഫീസേഴ്സ്, ഇവരെല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. നമ്മുടെ സ്കൂള് കഴിഞ്ഞിട്ട് ഇവരൊക്കെ, ഞാൻ MG കോളേജിലേക്ക് പോയി, പ്രിയൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പഠിച്ച അല്ല ഇവിടെ, സോറി, ആർട്സ് കോളേജിൽ. അപ്പം 3 കോളേജുകളിലായിട്ട് മാറി. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് വൈകിട്ട്, പക്ഷെ കോളേജ് കാണുന്നത് കുറവും കോഫി ഹൗസ് കാണുന്ന കൂടുതലായിരുന്നു. അതായത് ജീവിതം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വി ലേൺ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം. ശരിക്കും ഞങ്ങളുടെ ശരിയായ ഒരു യൂണിവേഴ്സിറ്റി അതായിരുന്നു. പലതരത്തിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക, പലരുടെ കഥകൾ കേൾക്കുക, പലരുമായിട്ട് സംസാരിക്കുക, അതെല്ലാം ഒരു ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ. സോ ആക്ച്വലി യൂണിവേഴ്സിറ്റി വാസ് ദാറ്റ്. അതിലൊരു വളരെ ഇപ്പം പെട്ടെന്ന് ആലോചിക്കുമ്പം നല്ല സൗഹൃദങ്ങൾ മാത്രമായിരുന്നു, അല്ലാതെ ഒരു വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ടോ അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം നമുക്ക് അത്രയും എക്സ്പോഷറൊന്നും ഇല്ലാത്ത കുട്ടികളായിരുന്നാലും അവരവരുടെ എല്ലാ കാര്യങ്ങളിലേക്ക് അന്ന് മുതലേ എന്തോ ഇവരിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും, ആയിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ പണ്ട് കണ്ട മുഖങ്ങൾ കാണുമ്പോൾ അവർക്കും ആ ഒരു അഭിമാനമുണ്ട്. പലരും നമ്മൾ ഓർക്കുന്നില്ല, എന്നാലും വഴക്കിട്ടിട്ടുണ്ടോ ഈ കൂട്ടുകാർ? ഉണ്ടാവില്ല, തമാശകളുള്ള വഴക്കൊക്കെ. ചെറിയ ചെറിയ വഴക്കുകൾ. ഇപ്പം സുരേഷായിട്ടായിരിക്കും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അങ്ങനെ ഇല്ല. സുരേഷ് ഇവര് തമ്മിലാണ് വഴക്ക്. പിണക്കങ്ങളാണ് കൂടുതലും, വഴക്കല്ല, പിണക്കങ്ങളാണ്. പിന്നെ ഈ എന്താ ഒരു എന്തോ ഒരു ഭാഗ്യം, ഈ മുഖത്ത് നോക്കി തെറി പറയാൻ തോന്നും. അല്ല സോറി, തോന്നില്ല, അങ്ങനെ തോന്നാത്തൊരു മുഖമായി. അതുകൊണ്ട് ഒരു സത്യസന്ധതയുള്ള ഒരാളാണ്. സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു, ഇന്നത്തെയും അന്നത്തെയും കാലം പറഞ്ഞപ്പോൾ, ഇന്നിപ്പോൾ ഒരു സംവിധായകൻ കാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നടൻ, എസ്റ്റാബ്ലിഷ് നടൻ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു നിർമ്മാതാവ് ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്ത് നോക്കുക, കമേഴ്ഷ്യലി ഇവിടെ എത്ര, OTT എത്ര. പക്ഷെ ഇപ്പം പ്രിയൻ ചേട്ടനും ലാലേട്ടനും പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇയാളെ എങ്ങനെ സംവിധായകനാക്കാം, ഇയാളെ എങ്ങനെ അഭിനയിപ്പിക്കാം, അതാണ് ആദ്യം പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ ഇത്. ഇപ്പോൾ തമാശ പറയണ കുട്ടികൾ എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിപ്പോൾ പറയാം. സുരേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു തരത്തിലും ആ നാനാസ്വാമി സമ്മതിക്കാതിരുന്ന സമയത്ത് വാശി പിടിച്ച് സംവിധാനം ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി 40 അഭിമുഖമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ലാൽ എന്നൊരു നടൻ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കൃത്യക്കിടക്ക് ചോദിച്ചാൽ എന്തെങ്കിലും പറയൂ, ലാൽ ഇല്ലെങ്കിൽ ഞാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതെ, അത് കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, പല രീതിയിലാണ്. ഒന്ന് നമ്മൾ കൺസീവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പൊലിപ്പിച്ച് തരിക എന്നൊരു നടൻ, അത് നടൻ എന്നുള്ള ജോലി. മറ്റതൊരു സുഹൃത്തെന്നുള്ള നിലയ്ക്ക് ലാലിൻ്റെ ഒരു മാർക്കറ്റ് വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതാത്ത എനിക്ക് പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിച്ചിട്ട് ഒരു സിനിമ തരുന്നു. പക്ഷേ അതിൻ്റെ സക്സസ്സിനൊരു വലിയ റീസൺ ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ടറിയാം ഈ വിശ്വാസം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. സോ അതിനുള്ളൊരു ശ്രമം എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അല്ലാതെ വെറുതെ എന്തെങ്കിലും എടുത്തിട്ട് ഇതാക്കിയല്ല സിനിമയാക്കി. തീർച്ചയായിട്ടും എൻ്റെ സിനിമാ ജീവിതത്തിലും പ്രിയൻ്റെ സിനിമകളെന്ന് പറയുന്നത് ഇപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ചെയ്തതും ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറി മരക്കാർന്നുള്ളത്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമയും അതിലും നല്ല സിനിമകളെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 10-100 സിനിമ ചെയ്യുമ്പോൾ 3-4 സിനിമകൾ അല്ലെങ്കിൽ 10 സിനിമകൾ മോശമായി പോവുക എന്ന് പറയുന്നത് തെറ്റല്ല. ലോകത്തിലെ എല്ലാ ആക്ടേഴ്സിനും പറ്റും, പ്രൊഡ്യൂസേഴ്സിനും പറ്റും, ഉണ്ടായിട്ടുണ്ട്. എല്ലാ സിനിമയും ഹിറ്റാക്കി ഒരു സംവിധായകനും ഒരു നടനും ഇല്ല ഈ ലോകത്ത്. സോ അതൊക്കെ സംഭവിക്കും. പരാജയവും വിജയവും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ ഒരു ആത്മാർത്ഥത എല്ലാ സിനിമയോടും നമ്മൾ പുലർത്തിയിട്ടുണ്ട്.